ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നഴ്സിംഗ് പ്രോസസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. ഈ ഡയഗ്നോസിസ് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമാറ്റ് പറയുന്നുണ്ട്, PES ഫോർമാറ്റ്. അതായത് 3 കമ്പോണൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് എന്താ, P ഉണ്ട്, E ഉണ്ട്, S ഉണ്ട്. P ഫോർ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, E ഫോർ എത്തിയോളജി, S ഫോർ സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇനി ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട, ആദ്യം നമുക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അതായത് പി എന്ന് വെച്ചാൽ നമുക്കുള്ള ആ പ്രോബ്ലം പറയുന്നു. ഇ എന്ന് പറയുമ്പോൾ എത്തിയോളജി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, റിലേറ്റഡ് ടു ചേർത്തിട്ട് വേണം ആ കാര്യം പറയാൻ. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും. അടുത്തത് സൈൻസ് ആൻഡ് സിംറ്റംസ്, അത് എഴുതുന്നതിന് മുന്നേ നമ്മൾ എന്താണ്, ആസ് എവിഡൻസ്ഡ് ബൈ. അപ്പോൾ ഈ 2 ടേം നമ്മൾ പഠിച്ചു വെക്കുക, റിലേറ്റഡ് ടുവും ആസ് എവിഡൻസ്ഡ് ബൈയും. ഇനി പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, നന്നായിട്ട് തന്നെ അപ്രൂവ് ചെയ്ത ഡയഗ്നോസ്റ്റിക് ലേബലാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസ് ആയിരിക്കും ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, മെഡിക്കൽ ഡയഗ്നോസിസ് അല്ല, നഴ്സിംഗ് ഡയഗ്നോസ്റ്റിക് ലേബലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഇപ്പം മെഡിക്കൽ ഡയഗ്നോസിസ് ആണ് നമ്മൾ ഈ ന്യൂമോണിയ എന്നൊക്കെ പറയുന്നത്. അത് നഴ്സിംഗ് ഡയഗ്നോസ്റ്റിക്കിലേക്ക് വരുമ്പം ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്നായി മാറും. അപ്പോൾ അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തേത് പറയുന്നത് എത്തിയോളജി നമ്മൾ പറയുവാണെങ്കിൽ 4 തരത്തിലുണ്ട്. 4 ടൈപ്സ് ഓഫ് എത്തിയോളജി ഉണ്ട്. സോ അത് കണ്ടാൽ തന്നെ അറിയാം. പാത്തോഫിസിയോളജിക്കൽ, ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ്, സിറ്റുവേഷണൽ, മച്ചുറേഷണൽ. ഇവിടെ നമ്മൾ R/T, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും റിലേറ്റഡ് ടു, ഇത് ഷോർട്ട് ഫോം ആണ്, റിലേറ്റഡ് ടു എന്ന് തന്നെ എഴുതുക. എന്തുകൊണ്ടാണ് റിലേറ്റഡ് ടു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, എത്തിയോളജി എഴുതുന്നതിന് മുന്നേ തന്നെ റിലേറ്റഡ് ടു എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ റിലേറ്റഡ് ടു പാത്തോഫിസിയോളജിക്കൽ എന്ന് വെച്ചാൽ എയർവേയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെക്രീഷൻസിൻ്റെ അക്യുമുലേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് പാത്തോഫിസിയോളജിക്കൽ. ഇനി ചില സർജിക്കൽ പ്രോസസ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ടാകുന്നതിനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ്. അൺഫെമിലിയർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എൻവിറോൺമെൻറ്റിൽ നിന്ന് വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള എത്തിയോളജിക്കൽ പ്രോബ്ലംസിനെയാണ് സിറ്റുവേഷണൽ എന്ന് പറയുന്നത്. ഇനി ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുവാണെങ്കിൽ മച്ചുറേഷണൽ എന്ന് പറയും. മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു, PES, സൈൻസ് ആൻഡ് സിംറ്റംസ്. അത് ഓൾറെഡി പറഞ്ഞാണ്, സബ്ജക്റ്റീവും ഉണ്ട്, ഒബ്ജക്റ്റീവും ഉണ്ട്. സബ്ജക്റ്റീവാണ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഞാൻ ടയേർഡായി, എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് വേദനയുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് സയൻസ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന. ഇപ്പം BP നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അല്ലേ, 120/60 mmHg. ഇനി എക്സാമ്പിൾ നോക്കിക്കേ. അപ്പോൾ ഒരു ക്ലിനിക്കൽ സിനോറിയോ ഇവിടെ തന്നിട്ടുണ്ട്. 58 വയസ്സുള്ള, അതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു പോസ്റ്റ് കോളിസിസ്റ്റെക്ടമി, അതായത് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണെന്ന് ഓർത്താൽ മതി. അപ്പം അദ്ദേഹത്തിന് എന്താണ്, സെവിയർ പെയിൻ ഉണ്ടാവുക എന്ന് ഓർത്തോ ആ ഇൻസിഷൻ സൈറ്റിൽ. അപ്പോൾ നമ്മളോട് ഈ PES ഫോർമാറ്റ് വെച്ചിട്ട് എങ്ങനെ ഡയഗ്നോസിസ് എഴുതും, അതാണ് നമ്മുടെ ഇത്. അപ്പം P എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അക്യൂട്ട് പെയിൻ ആണല്ലോ. സോ E എന്ന് പറയുന്നത് എത്തിയോളജിക്കൽ റീസൺ ആണ്. അപ്പം അവിടെ ഒരു സർജിക്കൽ ഇൻസിഷൻ ഉള്ളത് കൊണ്ടാണല്ലോ പെയിൻ വരാനുള്ള റീസൺ. അപ്പം അതിന് മുന്നേ നമ്മൾ എന്ത് എഴുതണം, റിലേറ്റഡ് ടു അക്യൂട്ട് പെയിൻ, റിലേറ്റഡ് ടു സർജിക്കൽ ഇൻസിഷൻ ആൻഡ് ടിഷ്യൂ ട്രോമ. അതൊക്കെ ആഡ് ചെയ്താൽ നമ്മളത് പഠിച്ച് വരും തോറും എന്താ അതിൻ്റെ കാര്യങ്ങളൊക്കെ കെയർ പ്ലാനിലൊക്കെ എഴുതാനായിട്ട് മനസ്സിലാക്കിക്കോളും. ഇപ്പോൾ തൽക്കാലം ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസും കൂടെ എഴുതണം. അതായത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു, സൈൻസ് ആൻഡ് സിംറ്റംസ് എഴുതുന്നതിന് മുന്നേ ഏത് ഫ്രേസാണ്, ആസ് എവിഡൻസ്ഡ് ബൈ, എന്നിട്ട് വേണം പേഷ്യൻ്റ് റിപ്പോർട്ട്. അപ്പോൾ എങ്ങനെ പെയിനൊക്കെ തിരിച്ചറിയുന്ന, പേഷ്യൻ്റ് പെയിൻ സ്കോർ 9/10 റിപ്പോർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, അക്യൂട്ട് പെയിൻ റിലേറ്റഡ് ടു സർജിക്കൽ ഇൻസിഷൻ ആസ് എവിഡൻസ്ഡ് ബൈ പേഷ്യൻ്റ് റിപ്പോർട്ട്സ്, പെയിൻ സ്കോർ 9/10. ഇനി ടിഷ്യൂ ട്രോമ, ഗാർഡിങ് അബ്ഡോമിനൽ പാൽപേഷൻ, അതൊക്കെ നമുക്ക് കുറേയും കൂടെയൊക്കെ ആയിട്ട് നോക്കിയാൽ മതി. ഇപ്പം ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നോക്കി വെക്കുക. ഇപ്പോൾ 2 ഫ്രേസ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, റിലേറ്റഡ് ടുവും ആസ് എവിഡൻസ്ഡ് ബൈയും. ഇനി 2 പാർട്ട് നഴ്സിംഗ് ഡയഗ്നോസ്, മറ്റേതും 3 പാർട്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ 2 പാർട്ടാണ്, അതായത് S വരുന്നില്ല ഇവിടെ. ശരിക്കും ആക്ച്വൽ അല്ല, 3 പാർട്ടിനെയാണ് നമ്മൾ ആക്ച്വൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റിസ്ക് ഫാക്ടറാണുള്ളത്, അതായത് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, പ്ലസ് എത്തിയോളജി ഉണ്ട്. അവിടെ സൈൻസ് ആൻഡ് സിംറ്റംസ്, കാരണം റിസ്ക് ഫാക്ടർ മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ഇതുണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ. അപ്പോൾ P എന്ന് പറയുമ്പോൾ എന്താണ്, റിസ്ക് 4. അപ്പോൾ P നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെയും 2 കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പ്രോബ്ലം പറയുന്നതിന് മുന്നേ റിസ്ക് 4 കൂടി ആഡ് ചെയ്യുക. 3 പാർട്ട് സിസ്റ്റത്തിനകത്ത് നമുക്ക് എങ്ങനെയായിരുന്നു, ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അന്ന് നേരെ നമുക്ക് ആ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റിസ്ക് ആണല്ലോ, സോ റിസ്ക് 4.
എന്നിട്ട് ആ റിസ്ക് പറയുക. ഇ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എത്തിയോളജിക്ക് ഏതാ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, റിലേറ്റഡ് ടു ആണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. ഇപ്പം പുതിയതായിട്ടൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ മറ്റേ യൂറിനറി കത്തീറ്ററൊക്കെ ഉണ്ടെന്ന് ഓർത്തോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ്, ഇൻഫെക്ഷനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡയഗ്നോസിസ് എഴുതാൻ പറ്റും? റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. കണ്ടോ, പ്രോബ്ലം നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. റിസ്ക് റിലേറ്റഡ് ടു, ഇവിടെ R/T എന്ന് ഇട്ടേക്കുന്നത്, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ റിലേറ്റഡ് ടു എന്ന് എഴുതുക. റിലേറ്റഡ് ടു എന്തുകൊണ്ടാണ് ഇൻവേഴ്സീവ് യൂറിയൻ കത്തീറ്റർ ഡിവൈസ്. അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കണം. 3 പാർട്ടും 2 പാർട്ടും. ഇനി അടുത്തത് നഴ്സിംഗ് ഡയഗ്നോസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അത് പ്രധാനമായിട്ടും പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിനനുസരിച്ചിട്ടായിരിക്കും. അതാണ് പേഷ്യൻറ്റ് സെൻറ്റേർഡ്. പിന്നെ ക്ലിയറും കൺസൈസും ആയിരിക്കണം. നമ്മൾ സിമ്പിൾ ലാംഗ്വേജും സ്റ്റാൻഡേർഡ് ലാംഗ്വേജൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ സ്പെസിഫിക് ആയിരിക്കണം, എന്താണ് പ്രശ്നം ആ കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റണം. ആക്യുറേറ്റ് ആയിരിക്കണം. അസസ്മെൻറ്റ് ഡാറ്റ ബേസ്ഡ് ആയിരിക്കണം. ഇനി അടുത്തത് 4 ടൈപ്സ് ഉണ്ട്. ഓൾറെഡി ഇത് ഞാൻ പറഞ്ഞതാണ്. എന്താണ് 3 പാർട്ട് സിസ്റ്റം, 2 പാർട്ട് സിസ്റ്റം. അപ്പോൾ ഏതൊക്കെയാണ് കമ്പോണൻസ് 3 പാർട്ടിനകത്ത്? പ്രോബ്ലം പറയുക, എത്തിയോളജി പറയുക, സയൻസ് ആൻഡ് സിംറ്റംസ് പറയുക. അപ്പം ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അക്യൂട്ട് പെയിൻ, അതാണ് പ്രോബ്ലം. പിന്നെ എത്തിയോളജി പറയുമ്പം റിലേറ്റഡ് ടു ചേർത്തിട്ട് വേണം. എങ്ങനെയാണ് പെയിൻ വരുന്നത്? സർജിക്കൽ ഇൻസിഷൻ കൊണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു ആസ് എവിഡൻസ്ഡ് ബൈ, AEB എന്ന് വെച്ചാൽ ആസ് എവിഡൻസ്ഡ് ബൈ എന്നാണ്. ഷോർട്ട് ഫോം ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ, പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഫുൾ ഇതായിട്ട് തന്നെ എഴുതുക. ആസ് എവിഡൻസ്ഡ് ബൈ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച പെയിൻ സ്കോർ 8/10, അതായത് പേഷ്യൻറ്റ് പറഞ്ഞ കാര്യമാണ്. 2 പാർട്ട് വരുമ്പം പ്രോബ്ലം ഇയും. ഇവിടെ എന്താണ് റിസ്ക് ഫോർ ഇൻഫെക്ഷൻ, റിസ്ക് ഫോർ ചേർക്കുക. ആ ചേർക്കേണ്ട കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ ഹെൽത്ത് പ്രൊമോഷൻ നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട്. പേഷ്യൻസ് റെഡിനെസ്, പേഷ്യൻറ്റ് ഒരു രോഗത്തിനോടുള്ള അവരുടെ സമീപനം എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് വെൽബീയിങ് ആകാനുള്ള ആ ഒരു മോട്ടിവേഷൻ, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സിൻഡ്രം നഴ്സിംഗ് ഡയഗ്നോസിസ്, അതിനകത്ത് ശരിക്കും എന്താണ് ഈ ഡയഗ്നോസിസിൻ്റെ ആക്ച്വൽ എന്ന് പറയുന്നതാണ് മറ്റേ 3 പാർട്ട് സിസ്റ്റം. റിസ്ക് ഫാക്ടറാണ് മറ്റേ 2 പാർട്ട് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ആ ഒരു ക്ലസ്റ്ററിനെയാണ്. ഇനി പരീക്ഷയ്ക്ക് നമുക്ക് ഈ 2 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാം. അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നഴ്സിംഗ് ഡയഗ്നോസിസ് വേഴ്സസ് മെഡിക്കൽ ഡയഗ്നോസിസ് ചോദിക്കുവാണെങ്കിൽ 2 മാർക്കിനായിട്ട് ഏകദേശം 4 പോയിൻറ്റ്സോളം എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം നഴ്സിംഗ് ഡയഗ്നോസിസിൽ എന്താ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസാണ്. മെഡിക്കൽ ഡയഗ്നോസിസ് പറയുമ്പോൾ ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ഡിസീസ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ പാത്തോളജിയും അതിൻ്റെ ഡിസോർഡേഴ്സ് അങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ആരാണ് നഴ്സിംഗ് ഡയഗ്നോസിസ് വരുന്നത്? രജിസ്റ്റേർഡ് നഴ്സാണ്. മെഡിക്കൽ ഡയഗ്നോസിസ് നടത്തുന്ന ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ. എക്സാമ്പിൾസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. മെഡിക്കൽ ഡയഗ്നോസിസ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നതാണ് നഴ്സിംഗ് ഡയഗ്നോസിസിൽ ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ്. പൾമണറി TB എന്ന് പറയുമ്പോൾ എങ്ങനെ? ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച്. പിന്നെ ട്രീറ്റ്മെൻറ്റ് പറയുമ്പം മെഡിക്കൽ ഡയഗ്നോസിസ് എങ്ങനെയാണ് പോകുന്നത്? നമുക്കറിയാം, നമുക്ക് ഡ്രഗ്സ്, മരുന്നുകൾ തരാം, സർജറി ചെയ്യാം, അതൊക്കെയാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇവിടെ എന്ന് വെച്ചാൽ നഴ്സിംഗ് ഡയഗ്നോസിസിൽ പറയുമ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. 3 പാർട്ട് സിസ്റ്റം, 2 പാർട്ട് സിസ്റ്റം ഡയഗ്നോസിസ് എങ്ങനെ എഴുതുന്നു എന്നുള്ളത്. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് അടുത്ത പ്ലാനിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.